ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനു ശരീഫ്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിന്റെ മാസമായി, ഖുർആനിക അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമായി. ഖുർആൻ എന്നത് അല്ലാഹുവിലേക്ക് നമ്മുടെ ഏറ്റവും ശക്തമായ ഒരു പിടിവള്ളിയായി, ഹബലുല്ലാഹിൽ മതീൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈലി ഉസ്താദ് അവർകൾ, ഒരുപാട് ആളുകൾ ഖുർആൻ ഖത്തമോദ് തീർക്കാറുണ്ട് ഈ പുണ്യമായ റമദാനിൽ. എത്രയോ തവണ ഖുർആൻ ഖത്തമോദ് തീർക്കാറുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തിയത് മഹാന്മാരായ മലായിക്കത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകാത്ത ഒരു സൗഭാഗ്യമായിട്ടാണ്. റുക്കോയിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന എത്രയോ മലക്കുകളുണ്ട്. റുക്കോയിൽ തന്നെയാണ് അവരുടെ ഇബാദത്ത്, സുജൂദ് തന്നെയാണ് അവരുടെ ഇബാദത്ത്, തസ്ബീഹ് തന്നെയാണ് അവരുടെ ഇബാദത്ത്. ഓരോ പ്രത്യേകമായ ദിക്റുകൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്, ഒരുപാട് സൽക്കർമ്മങ്ങൾ, പ്രത്യേകമായ ഇബാദത്തുകൾ. ആ ഇബാദത്തുകളിലായി വ്യാപൃതരായ കോടിക്കണക്കിന് മലക്കുകൾ രാജാതിരാജനായ റബ്ബിനുണ്ട്. പക്ഷേ ആ മലക്കുകൾക്ക് പല ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകിയപ്പോൾ മലായിക്കത്തിന് ഭാഗ്യം നൽകാത്ത വലിയ മഹത്വമാണ് ഖുർആൻ പാരായണത്തിന്റെ മഹത്വം ഈ ഉമ്മത്തിന് പടച്ച റബ്ബ് നൽകിയത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ ചെയ്യാത്ത ഒരമലാണ് ഖുർആൻ പാരായണം. പക്ഷേ മലക്കുകൾ നമ്മുടെ ഖുർആൻ പാരായണം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനുവേണ്ടി മഹാന്മാരായ മലായിക്കത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഓരോ ആകാശത്ത് നിന്ന്, ഓരോ ആകാശങ്ങളിൽ പ്രത്യേക ഓരോ ജോലികളിൽ ഏർപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകൾ രാജാതിരാജനായ റബ്ബിനോട് സമ്മതം ചോദിക്കും, അല്ലാഹുവേ, ഞങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങട്ടെ. എന്തിന്? വിശുദ്ധമായ നിന്റെ കലാം ഖുർആൻ കേൾക്കാൻ. ഞങ്ങൾ ഖുർആനിക സദസ്സുകളിൽ, ഖുർആനിന്റെ മജ്ലിസുകളിൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച് കോടിക്കണക്കിന് മലായിക്കത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഖുർആൻ കൈകാര്യം ചെയ്ത മലക്ക് ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ്. അല്ലാഹുവിൽ നിന്ന് ഖുർആൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്തു. ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ഒഴികെയുള്ള മാലാകമാർ ഖുർആൻ പാരായണം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളല്ല. മലായിക്കത്ത് പോലും ആഗ്രഹിക്കുന്ന വലിയ ഒരു സൗഭാഗ്യത്തിന്, പ്രത്യേകിച്ച് പുണ്യമായ റമദാനിൽ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസരം നൽകി. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, നിസ്കാരത്തിന് വേണ്ടി ഒരു സത്യവിശ്വാസി ചെലവഴിക്കുന്ന സമയമാണ്. ഓരോ ദിവസവും 24 മണിക്കൂറിലെ നിസ്കാരങ്ങൾക്ക് വേണ്ടി, സുന്നത്തും ഫർളുമായ നിസ്കാരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളാണ് അല്ലാഹു നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വിലപ്പെട്ട സമയം വിശുദ്ധമായ ഖുർആൻ പാരായണം, ഖിറാഅത്തുൽ ഖുർആൻ, അതിനുവേണ്ടിയുള്ള സമയമാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിക്കാൻ കാരണം, റമദാനിന്റെ തുടക്കം മുതൽ വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കാൻ ആരംഭിക്കുകയും ഓരോരുത്തരും നേരത്തെ തന്നെ തീരുമാനിച്ച് എത്രയാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അതിന്റെ പരമാവധി. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഖുർആൻ പഠിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, 3 ദിവസത്തിൽ ചുരുങ്ങിയ രൂപത്തിൽ ഖുർആൻ ഓതി തീർക്കരുത് എന്ന്. ഒറ്റ ദിവസം കൊണ്ട് 2 ഖത്തം തീർത്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. നമ്മുടെ നായകൻ എല്ലാ ദിവസവും ഒരു തവണ ഖുർആൻ ഓതുകയും റമദാനായാൽ ഒറ്റ ദിവസം കൊണ്ട് 2 തവണ ഖുർആൻ ഓതുകയും ചെയ്ത മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനേക്കാൾ വേഗതയിൽ ഒറ്റ ദിവസം 8 ഖത്തം 10 ഖത്തം ഖുർആൻ ഓതി തീർത്ത മഹാന്മാർ കഴിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ തന്റെ കുതിരയുടെ ഒരു കാല് മുന്നോട്ടെടുത്തു വെക്കുന്നതിന് മുമ്പായി എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഖത്തമോദ് തീർത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. വിശുദ്ധമായ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിൽക്കലേക്ക് എത്തുന്നതിന് വളരെ ചുരുങ്ങിയ കാലടികൾ വെച്ചാൽ മതി. ഹജറുൽ അസ്വദ് മുത്തി തവാഫ് ചെയ്യുമ്പോൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ വാതിലിന്റെ അവിടേക്കെത്താൻ
ഏതാനും ചുരുങ്ങിയ അടികൾ മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത് ഖുർആൻ ഖത്തം തീർത്തു. എത്രയോ തവണ ഖത്തം തീർത്തു. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വാതിൽക്കലേക്ക് എത്തുന്ന 2-3 അടി വെച്ചപ്പോഴേക്ക് ഖുർആൻ ഖത്തം ഓതി തീർത്ത മഹാന്മാർ കഴിഞ്ഞുപോയി. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നൽകിയ ആത്മീയമായ കറാമത്തുകളെ കൊണ്ട് സംഭവിച്ചതാണ്. അതൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കാനുമില്ല. വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ മുഴുവനും കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അതിന്റെ ശബ്ദവും അതിന്റെ ലിപിയും സെക്കൻഡുകളെ കൊണ്ട് കോപ്പിയെടുക്കാനായി കഴിയും. അല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിലെ ചെറിയ ചെറിയ വിരൽത്തുമ്പത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മെമ്മറി ചിപ്പിനകത്തേക്ക് അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ മുഴുവൻ, അതിന്റെ ലിപി മുസഹഫിലെ മുഴുവനും അതേ കോപ്പി. എത്രയോ കാര്യങ്ങൾ മുഴുവൻ ഓതിയ ഒരുപാട് മഹാന്മാരുടെ ഖിറാഅത്തുകൾ സെക്കൻഡുകളെ കൊണ്ട് കോപ്പി ചെയ്തെടുക്കാൻ കഴിയും. അത് ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു അത്ഭുതമാണ്. ആ ഒരു അത്ഭുതത്തിന്റെ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കറാമത്തിലൂടെ മഹാന്മാർക്ക് സെക്കൻഡുകളെ കൊണ്ട് ഖുർആൻ ഖത്തം തീർക്കാൻ സൗഭാഗ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ല. അങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടിയ മഹാന്മാർ ഒരു ദിവസം പല ഖത്തം ഓതി തീർത്തുമെങ്കിലും സാധാരണക്കാരായ നമ്മോട് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഉപദേശം 3 ദിവസത്തിൽ ചുരുങ്ങിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഖത്തം തീർക്കുക, 2 ദിവസം കൊണ്ട് ഖത്തം തീർക്കുക, അങ്ങനെ ഉണ്ടാവരുത്. ഒരു 3 ദിവസം, അതാണ് പാകപ്പെട്ടത്. 7 ദിവസമാണ് ഒരു സാധാരണക്കാരൻ ഖത്തം തീർക്കാൻ മഹാനവറുകൾ നിർദ്ദേശിച്ച അതിനുള്ള സമയം. മഹാന്മാരുടെ രീതി വെള്ളിയാഴ്ച രാവിലെ ഖത്തം തുടങ്ങുകയും വെള്ളിയാഴ്ച രാവിലെ റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഖുർആൻ ഖത്തം തുടങ്ങാൻ മഹാന്മാര് തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല സമയം വെള്ളിയാഴ്ച രാവാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവായി. ഇന്ന് മഗ്‌രിബായാൽ, ഇന്ന് നോമ്പ് തുറന്നാൽ നമുക്ക് വെള്ളിയാഴ്ച രാവായി. ഖത്തം നേരത്തെ തുടങ്ങിയവർ, ഇന്നലെ തുടങ്ങിയ ആളുകളുണ്ട്, ഇന്ന് തുടങ്ങിയവരുണ്ട്. തുടങ്ങാത്ത ആളുകൾ തുടങ്ങണം. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഖുർആൻ ഖത്തം തുടങ്ങുന്നതിന് പ്രത്യേകതയുണ്ട്, പുണ്യമുണ്ട്. മഹാന്മാരുടെ ഒരു രീതിയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഖത്തം തുടങ്ങുകയും എന്നിട്ട് അടുത്ത വ്യാഴാഴ്ച അത് ഖത്തം തീർക്കുകയും ഒരാഴ്ച, അത് പൊതുവായി റമദാനിൽ എന്നല്ല, എപ്പോഴും ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കുക എന്ന രീതിയാണ് മഹാന്മാർക്കുണ്ടായിരുന്നത്. അപ്രകാരം തന്നെ വലിയ മഹത്വം പരിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കുന്നതിന് മഹാന്മാർ പഠിപ്പിച്ചു. 60,000 മലക്കുകൾ നമ്മൾ ഖുർആൻ ഖത്തം തീർത്ത് ദുആക്ക് വേണ്ടി, ഖത്തമുൽ ഖുർആൻ ദുആക്ക് വേണ്ടി ഇരുന്നാൽ, ഒറ്റക്കോ കൂട്ടായോ, ഒറ്റക്ക് ഓരോ മുസാഫിന്റെ അവസാനവും കാണാം ഖത്തമുൽ ഖുർആൻ ദുആ. പല മഹാന്മാർ പഠിപ്പിച്ച ദുആകൾ, വാരിദായ ദുആകൾ, മഹാന്മാരിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ചെറുതും വലുതുമായ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അതേപോലെ കൂട്ടായി ഖത്തമുൽ ഖുർആൻ ദുആ. 27-ാം രാവ് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ അവസാനത്തെ നോമ്പിനായി ഇവിടെ വെച്ച് നമ്മൾ ഖത്തമുൽ ഖുർആൻ ദുആ നടത്താറുണ്ട്. ധാരാളം ആളുകൾ അതിലേക്ക് ഖത്തം ചെയ്ത വിവരം അറിയിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിക്കാറുണ്ട്. ഖത്തമുൽ ഖുർആന് വേണ്ടിയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക, അത് മഹാന്മാർ പഠിപ്പിച്ച രീതിയാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു, മുത്തുനബിയുടെ സ്വഹാബി, അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ആടിനെ അറുത്തുകൊണ്ട്, ചിലപ്പോൾ ഒട്ടകത്തെ അറുത്തുകൊണ്ട് കുടുംബക്കാരെ, കൂട്ടുകാരെ, നാട്ടുകാരെ വിളിച്ചു വരുത്തി വലിയ സദസ്സൊരുക്കി ഖത്തമുൽ ഖുർആനിന്റെ ദുആ നടത്താറുണ്ട് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാണ് രാജാതിരാജനായ റബ്ബിലേക്ക് നമ്മെ കണ്ണി ചേർക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പിടിവള്ളി. ആ ഖുർആനിന്റെ മാസമാണ് പുണ്യമാ റമദാൻ. ഖുർആൻ ഖത്തം തീർക്കാതെ, ഖുർആൻ പഠിക്കാതെ, ഖുർആനുമായി ബന്ധപ്പെടാതെ റമദാനിന് ഒരിക്കലും സമ്പൂർണ്ണതയില്ല. അതിലേക്കൊരു ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തുടക്കത്തിൽ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ നിരീക്ഷണം എന്നതാണ് തുടക്ക ദിവസത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള വിഷയം. രാജാതിരാജനായ റബ്ബിന്റെ നിരീക്ഷണം. അള്ളാഹു എല്ലാം കാണുന്നവൻ, പടച്ച റബ്ബ് എല്ലാം അറിയുന്നവൻ. അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ഈമാനികമായ കാര്യങ്ങളെ, എല്ലാ കാര്യം പരിശുദ്ധമായ ഇസ്ലാം അതിന്റെ അടിത്തറയായി പരിചയപ്പെടുത്തിയത് അങ്ങനെയാണല്ലോ. നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു. ആ ഒരു ബോധം, അതാണ് സത്യവിശ്വാസിക്കുണ്ടായിത്തീരേണ്ടത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട്, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സത്യനിഷേധി,
ഒരു നിരീശ്വരവാദി, ഒരു നിർമ്മതവാദി വന്നുകൊണ്ട് ചോദിച്ചു, അല്ല അബൂ ഹനീഫ, നിങ്ങൾ അല്ലാഹു ഉണ്ട് എന്ന് പറയുന്നു, നിങ്ങളൊരു ദൈവമുണ്ട് എന്ന് വാദിക്കുന്നു, എവിടെയാണ് നിങ്ങളുടെ ദൈവം, എവിടെയാണ് നിങ്ങളുടെ അല്ലാഹു, അയ്നല്ലാഹ് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ, ഒരു ജാഹിദ് വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അല്ലാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല. അല്ലാഹുവിനെ നിങ്ങൾ തൊട്ടു നോക്കിയിട്ടുണ്ടോ? ഇല്ല, പടച്ച റബ്ബിനെ ഞാൻ സ്പർശിച്ചിട്ടില്ല. അല്ലാഹുവിനെ നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, പടച്ച റബ്ബിനെ രുചിച്ചു നോക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ ഗന്ധം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല, പടച്ച റബ്ബിന്റെ ഗന്ധവും അനുഭവിച്ചിട്ടില്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒന്നുകിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട്, തൊട്ടറിവ് കൊണ്ട്, സ്പർശനം കൊണ്ട്, അല്ലെങ്കിൽ രുചിച്ചറിവ് കൊണ്ട്, മണത്തറിവ് കൊണ്ട്, കേട്ടറിവ് കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഏതൊരു കാര്യവും അത് ഒരു അറിവായി നിലനിൽക്കാറുള്ളത്. ഒന്നുണ്ട്, ഞാൻ കണ്ടു, അല്ലെങ്കിൽ കേട്ടു, അറിഞ്ഞു ഒരു കാര്യത്തെ സ്ഥിരപ്പെടുത്താൻ. അതുകൊണ്ട് വളരെ യുക്തിപരമായി ഈ ജാഹിദ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, രാജാതിരാജനായ റബ്ബ് ഒരു ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, ഈ 5 അറിവുകളിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എന്ത് തെളിവാണ് അല്ലാഹു ഉണ്ട് എന്നതിന് നിങ്ങൾക്കുള്ളത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മഹാനവറുകൾ ചോദിച്ചു ഈ ജാഹിദിനോട്, അന്ത ആഖിൽ അം മജ്നൂൻ, നിങ്ങൾ ബുദ്ധിമാനാണോ അതോ മാനസിക രോഗിയാണോ, ബുദ്ധിയില്ലാത്തവനാണോ? നിങ്ങൾ ആഖിലാണോ മജ്നൂനാണോ? നിങ്ങൾ ബുദ്ധിമാനാണോ ഭ്രാന്തനാണോ? സ്വാഭാവികമായി അയാൾ പറഞ്ഞു, അന ആഖിൽ, ഞാൻ ബുദ്ധിമാനാ. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ഞാൻ ബുദ്ധിയുള്ളവനാണ്, ഞാൻ മാനസിക രോഗിയല്ല, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് സ്ഥിരബുദ്ധിയുണ്ട്. ബഹുമാനപ്പെട്ടവരെ ചോദിച്ചു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അയ്ന അഖലുക്, നിന്റെ ബുദ്ധി എവിടെയാ, എവിടെയാണ് നിന്റെ ബുദ്ധി എന്ന് ചോദിച്ചു. നിന്റെ ബുദ്ധിയെ നീ കണ്ടിട്ടുണ്ടോ? നീ ബുദ്ധിയുണ്ട്, നിനക്ക് ബുദ്ധിയുണ്ട് എന്ന് പറയുന്നു, നീ ബുദ്ധിയുള്ളവനാണെന്ന് വാദിക്കുന്നു, എവിടെയാണ് നിന്റെ ബുദ്ധി, നിന്റെ അഖൽ, അതിനെ നീ കണ്ടിട്ടുണ്ടോ? അതിനെ നീ രുചിച്ച് അനുഭവിച്ചിട്ടുണ്ടോ? അതിനെ നീ ഗന്ധം കൊണ്ട് മണത്ത് അനുഭവിച്ചിട്ടുണ്ടോ? എന്താണ് നിനക്ക് ബുദ്ധിയുണ്ട് എന്നതിന് തെളിവ് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. അതിന്റെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി. നിനക്ക് ബുദ്ധിയുണ്ട്, ഞാനും പറയുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ ബുദ്ധിയില്ലാത്തവനല്ല, നീ ബുദ്ധിയുള്ളവനാ. നിനക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധി എന്ന ഒരു മഹാത്ഭുതത്തെ അത് കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മൂക്കുകൊണ്ടോ അല്ലെങ്കിൽ നാക്കുകൊണ്ടോ ദുനിയാവിലെ അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് പടച്ച റബ്ബ്, ദൈവം എനിക്കും നിനക്കും മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് വിശേഷ ബുദ്ധി എന്നത്. അത് ഉണ്ട്, നിനക്കുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ബുദ്ധിയേക്കാൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അപാരമായ ശക്തി ഈ ബുദ്ധിയെയും ബുദ്ധി നൽകിയ മനുഷ്യനെയും ഈ പ്രപഞ്ചങ്ങളെയും മുഴുവനും പടച്ച ഏറ്റവും വലിയ ശക്തിയായ പടച്ച റബ്ബ്, ആ റബ്ബിനെ നിന്റെ കണ്ണിലും നിന്റെ കാതിലും നിന്റെ നാക്കിലും നിന്റെ ചെറിയ ബുദ്ധിയിലും ഒതുക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയാത്ത, അതിനപ്പുറം അപാരനാണ് രാജാതിരാജനായ റബ്ബ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തുൻ നൗമാൻ റഹിമഹുല്ലാഹ്. ഈമാനിന്റെ അടിത്തറ തന്നെ അതാണല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർ. അതാണല്ലോ ഈമാൻ, അതാണല്ലോ ഈമാനിന്റെ അടിത്തറ. കണ്ടത് വിശ്വസിക്കലല്ല, അതിന് വിശ്വാസം എന്ന് പറയുകയില്ല. അല്ലാഹുവിൽ, പരലോകത്തിൽ, സ്വർഗത്തിൽ, നരകത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു അപാരശക്തിയായ രാജാതിരാജനായ റബ്ബ്, അവന്റെ ഖുദ്റത്ത് അത് മനസ്സിലാക്കുകയും അല്ലാഹുവിനെ അറിയുകയും, പടച്ച റബ്ബിനെ അറിയേണ്ടത് അല്ലാഹുവിനെ നീ കണ്ടുകൊണ്ടല്ല, മറിച്ച് നിന്നെ അല്ലാഹു കാണുന്നു എന്ന അറിവ് കൊണ്ടാണ്. നിന്നെ അല്ലാഹു നിരീക്ഷിക്കുന്നു, നിന്റെ ഓരോ കാര്യങ്ങളും എല്ലാം രാജാതിരാജനായ റബ്ബ് കാണുന്നു, അറിയുന്നു എന്ന അതിശക്തമായ ബോധം കൊണ്ടാണ് രാജാതിരാജനായ റബ്ബിനെ, അല്ലാഹുവിനെ അറിയേണ്ടത്. ഒരാറാബി ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയി, പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി, വളരെ ആസൂത്രണം നടത്തിയിട്ട് ആരാരുമില്ലാത്ത ഒരു മരുഭൂമിയിലേക്ക്, ആരും കാണാതെ തന്റെ കാര്യം സാധിക്കാൻ പാതിരാ സമയത്ത്
മാനത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വിശാലമായ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അറാബി. എന്നിട്ട് തന്റെ കാര്യത്തിന് വേണ്ടി വൈകാരികമായി പെൺകുട്ടിയെ സമീപിച്ചുകൊണ്ട് അവളെ വാരിപ്പുണരാൻ ഒരുങ്ങിക്കൊണ്ട് ഇയാൾ പറഞ്ഞു, മായറാന അഹദുൻ ഇല്ലൽ കവാകിബ്, മോളെ നമ്മെ ആരും കാണൂല ഈ കുളിരുള്ള രാത്രിയിൽ, വിശാലമായ ഈ അന്തരീക്ഷത്തിൽ, വിശാലമായ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളല്ലാതെ, മായറാന അഹദുൻ ഇല്ലൽ കവാകിബ്, നക്ഷത്രങ്ങളല്ലാതെ ആരും നമ്മെ കാണുന്നില്ല. എന്ത് മനോഹരമായ രാത്രി! ഈ പെൺകുട്ടി ചോദിച്ചു, ഫഅൈന മുകൗകിബുഹാ യാ റജുൽ, അല്ല മനുഷ്യ, ഈ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളാക്കിയവനവിടെ? നക്ഷത്രങ്ങൾ മാത്രമേ നമ്മെ കാണുന്നുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഈ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളാക്കിയവനവിടെ? ഈ നക്ഷത്രങ്ങളെ പടച്ചവനെവിടെ? ഈ നക്ഷത്രങ്ങൾക്ക് പ്രകാശം നൽകിയവനെവിടെ? ഫഅൈന മുകൗകിബുഹാ യാ റജുൽ ഫഅൈന അല്ലാഹു യാ റജുൽ, ഈ നക്ഷത്രങ്ങളെ പടച്ച അത്ഭുതകരമായ നക്ഷത്രങ്ങൾക്ക് പ്രകാശം നൽകിയ രാജാതിരാജനായ റബ്ബ് അവൻ നമ്മെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു ഈ മുത്തഖയും ഈ തഖ്വയുള്ള പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ ആ ചോദ്യം ഖൽബിലേക്ക് തറച്ചുപോയി അറാബിയുടെ. അതൂബു ഇലല്ലാഹ്, ആ പെൺകുട്ടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞോടി. എന്നിട്ട് പറഞ്ഞു, റബ്ബേ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് തെമ്മാടിത്തറിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ഈ അറാബിയായ നല്ല മനുഷ്യൻ അള്ളാഹു തഖ്വ നൽകി, ആ ബോധം നൽകി, അള്ളാഹു നിരീക്ഷിക്കുന്നു, രാജാതിരാജനായ റബ്ബ് അറിയുന്നു എന്ന ബോധം, ആ ബോധത്തോടെ രാജാതിരാജനായ റബ്ബിലേക്ക് മടങ്ങാൻ പലപ്പോഴും നമ്മൾ ആ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടാണ് തെറ്റുകൾ ചെയ്തത്. അള്ളാഹു കാണുന്നു, പടച്ച റബ്ബ് അറിയുന്നു. ലാ തഖുദുഹു സനത്തും വലാ നൗം, ഒരു തൂങ്ങി ഉറക്കം പോലും ബാധിക്കാത്ത രാജാതിരാജനായ റബ്ബിന്റെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന ഒരറിയാത്ത ധാരണയോടെ തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ ചെയ്തു. നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ശരീരം കൊണ്ട് പല തെറ്റും ചെയ്തു. ആ തെറ്റുകൾ ചെയ്യുമ്പോൾ പടച്ച റബ്ബ് അറിയുന്നു, അവൻ നിരീക്ഷിക്കുന്നു എന്ന ആ അറിവ് നമുക്കില്ലാതായി. പിശാച് ആ ബോധത്തിൽ നിന്ന് നമ്മെ അവന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി. ഇനി അവിടെ നിന്ന് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖറാസി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അള്ളാഹുവിലേക്കുള്ള വഴി, പടച്ച റബ്ബിലേക്കുള്ള വഴി, ആ വഴിക്ക് 9 ഘട്ടങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പടച്ച റബ്ബിന്റെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി, ആ വഴിക്ക് 9 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് തൗബ. തൗബയാണ് പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ, രാജാതിരാജനായ റബ്ബിന്റെ സാമീപ്യത്തിലേക്ക് ഒരാൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ, അവൻ ഒന്നാമതായി കഴിഞ്ഞുകിടക്കേണ്ട ഘട്ടം ദറജത്ത് തൗബ, തൗബയുടെ ഘട്ടമാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ സഈദ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ദറജത്തുൽ ഖൗഫ്, പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഘട്ടമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഖൗഫിന്റെ ഘട്ടം ഒന്നാമതായി ആദ്യമുണ്ടാകേണ്ടത് തൗബയുടെ ഘട്ടമാണ്. ഈ മാസം പുണ്യമായ ശഹ്റു റമദാൻ, ശഹ്റു തൗബത്തി വന്നദം, തൗബയുടെ അങ്ങേയറ്റം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട മാസമാണ്. നമ്മൾ എത്ര പടച്ച റബ്ബിനെ സ്തുതിക്കണം, രാജാതിരാജനായ റബ്ബിനെ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോടുള്ള ശുക്റുള്ളവരാവണം. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറക്കുന്ന നേരത്തെ ഒരു പ്രത്യേകമായ പ്രാർത്ഥന നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ നോമ്പ് തുറന്നാൽ ഒരു ദുആ നടത്തിയിരുന്നു. യാ അളീമു യാ അളീം, അളീം എന്നത് അള്ളാഹുവിന്റെ നാമമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, അല്ലേ? ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അൽ അളീം എന്ന അസ്മാഉൽ ഹുസ്നയിലെ നാമമാണ്. ഏറ്റവും മേലെയായ, ഏറ്റവും മഹാനായ അള്ളാഹു, അൽ അളീമായ അള്ളാഹു. നോമ്പ് തുറന്നാൽ റസൂലുള്ളാഹിന്റെ ഒരു ദുആ, യാ അളീമു യാ അളീം, ഏറ്റവും മേലെയായ, ഏറ്റവും മഹാനായ, ഏറ്റവും വലിയവനായ അള്ളാഹുവേ, അന്ത ഇലാഹി,
നീയാണ് എന്റെ ഇലാഹ്, ലാ ഇലാഹ ഗൈറുക, നീയല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇഗ്ഫിരിൽ ദംബൽ അദീം, വലിയ തെറ്റുകൾ ചെയ്തവനാണ് ഞാൻ, വലിയ തെറ്റുകളെ പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറുൽ ദംബൽ അദീം ഇല്ലൽ അദീം, വലിയ തെറ്റുകളെ വലിയവനായ അല്ലാഹു അല്ലാതെ പുറത്തു തരൂല. ഫഇന്നഹു, തീർച്ചയായും കാര്യം, ലാ യഗ്ഫിറുൽ ദംബൽ അദീം, വലിയ തെറ്റിനെ പൊറുക്കൂല, ഇല്ലൽ അദീം, ഏറ്റവും മേലെയായ അല്ലാഹു അല്ലാതെ. ഈ പ്രാർത്ഥന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് തുറന്നാൽ ചൊല്ലാറുണ്ട് അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട്, ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കണം. ഞാനിത് പറയാൻ കാരണം, ചില ആളുകളൊക്കെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലിയിട്ടാണ് ബിസ്മി ചൊല്ലാതെ നോമ്പ് തുറക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ പഠിച്ചു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, എന്നിട്ട് ഈത്തപ്പഴം കയ്യിൽ പിടിച്ച്, കാരക്ക കയ്യിൽ പിടിച്ച് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലിയിട്ടാണ് ഇത് കഴിക്കാറുള്ളത്. അങ്ങനെയല്ല. ഈത്തപ്പഴം കൊണ്ടാണെങ്കിലും വെള്ളം കൊണ്ടാണെങ്കിലും ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈത്തപ്പഴം കഴിക്കുക, വെള്ളം കുടിക്കുക. എന്നിട്ടാണ് അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലേണ്ടത്. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നീ നൽകിയ ആഫിയത്ത് കൊണ്ട്, തൗഫീഖ് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി നോമ്പെടുത്തു. പടച്ചവനെ, വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന റിസ്ഖ് കൊണ്ട് ഞാൻ ആ നോമ്പ് തുറക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ. ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. നോമ്പ് തുറന്നാൽ ചൊല്ലൽ സുന്നത്തായ മറ്റൊരു ദുആയാണ്. അത് വെള്ളം കൊണ്ട് കുടിച്ചാൽ എന്ന് ചില മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു, പിന്നെ വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, ദഹബൽ ളമഉ, ദാഹം തീർന്നു, ദാഹം പോയി. വബ്തല്ലത്തിൽ ഉറൂഖ്, ശരീരത്തിന്റെ ഞരമ്പുകളൊക്കെ കുളിരായി, നനഞ്ഞു. അൽഹംദുലില്ലാ. വസബത്തൽ അജ്ർ, കൂലി ഉറപ്പായി. വസബത്തൽ അജ്ർ, നോമ്പ് പൂർത്തിയാക്കിയ കൂലി ഉറച്ചു. അൽഹംദുലില്ലാ. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് പ്രതിഫലം നമുക്ക് ഉറപ്പാവുകയും ചെയ്തു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കണേ, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ തിരക്ക് പിടിച്ച സമയത്തിനിടക്ക് നമുക്ക് എത്തിച്ചേർന്നു. അൽഹംദുലില്ലാ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. തങ്ങളുടെ വിലപ്പെട്ട സമയം, ഇത്രയും സമയം നമ്മുടെ ഈ സദസ്സിൽ ചെലവഴിച്ചു. അൽഹംദുലില്ലാ, തങ്ങൾക്ക് പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അപ്പോ നോമ്പ് തുറക്കുന്ന നേരം എന്നത് അൽഹംദുലില്ലാ, ആ സമയത്ത് ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് നോമ്പുകാരന്റെ ഏറ്റവും വലിയ സന്തോഷം? ലിസ്സായിമി ഫർഹത്താനി, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പ് തുറക്കുന്ന നേരത്ത് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ്. അൽഹംദുലില്ലാ, വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, നോമ്പ് പൂർത്തിയാക്കിയ കൂലി എന്റെ കിതാബിൽ സുബൂത്തായി. അല്ലാഹുവേ, പടച്ചവനെ, അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രതിഫലം നൽകണേ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ നമ്മുടെ കിതാബിൽ നോമ്പിന്റെ കൂലി വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അതാണ് നോമ്പുകാരന്റെ ഏറ്റവും വലിയ സന്തോഷം, അല്ലേ? നോമ്പുകാരന്റെ സന്തോഷം നമ്മുടെ മുന്നിൽ കാണുന്ന വിഭവങ്ങൾ കാണുമ്പോൾ ഉള്ള സന്തോഷമല്ല. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, നല്ല കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങൾ, പൊരിച്ചതും കരിച്ചതും, നല്ല പഴവർഗ്ഗങ്ങളും മാംസാഹാരങ്ങളും, മൂക്കിലേക്ക് ഭക്ഷണ വിഭവങ്ങളുടെ ഗന്ധങ്ങൾ അടിച്ചു വീശുമ്പോ ആ നോമ്പ് തുറക്കാൻ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സന്തോഷമല്ല നോമ്പുകാരന്റെ സന്തോഷം. ഉണക്കക്കാരക്കയും പച്ചവെള്ളവും കൊണ്ട് മാത്രം നോമ്പ് തുറന്ന മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നിലാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തത്. നോമ്പുകാരന് രണ്ട് പ്രതിഫലമുണ്ട്, ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊന്ന് അള്ളാഹുവിനെ കാണുമ്പോൾ എന്ന്. എന്താ നോമ്പുകാരന്റെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? അൽഹംദുലില്ലാ, കാത്തിരുന്ന് റമദാൻ എത്തി,
പടച്ചവനെ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് റമദാനിലേക്ക് എത്തി. ആ റമദാനിലെ ഒരു നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, രണ്ടാമത്തെ നോമ്പും പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഓരോ നോമ്പും തുറക്കുന്ന നേരത്ത് ഓരോ നോമ്പും എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. കയ്യും കണക്കുമില്ലാത്ത എത്രയോ അളവറ്റ പ്രതിഫലം കിട്ടുന്ന ആ നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ രണ്ടാമത്തത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ, ആ ദുആന്റെ ഫളലും മുത്തുനബി പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ ഖാലഹു ഇൻദൽ ഇഫ്താർ. ഈ ദിക്ർ, അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയിരുന്ന ഈ പ്രത്യേകമായ പ്രാർത്ഥന, ബിസ്മി ചൊല്ലി നോമ്പ് തുറന്നു, ലക സുംതു അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അത് ചൊല്ലി, പിന്നെ ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അതും ചൊല്ലി, പിന്നെ റബ്ബിനോട് പടച്ചവനെ യാ അലീമു യാ അലീം യാ അലീമു യാ അലീം അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക യഗ്ഫിർ ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു അദ്ദംബൽ അലീം ഇല്ലൽ അലീം. യാ അലീമു യാ അലീം യാ അലീമു യാ അലീം. അതിന്റെ ആശയം അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലാനും പഠിക്കാനും പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. യാ അലീമു യാ അലീമു അൻത ഇലാഹി ലാ ഇലാഹ ഗൈറുക ഇഗ്ഫിർ ദംബൽ അലീം ഫഇന്നഹു ലാ യഗ്ഫിറു ദംബൽ അലീം ഇല്ലൽ അലീം. ഈ ദുആ നടത്തിയാൽ ഇല്ലാ ഖറജ ദുനൂബു, അവന്റെ പാപങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കപ്പെടും, അവന്റെ പാപങ്ങൾ മുഴുവനും പോകും, അവൻ പാപസുരക്ഷിതനാവും. ഏതുപോലെ കയൗമ വലദത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച അതേ ദിവസം പോലെ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്ലുഹു ബിഹാ അംറ ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു നന്നാക്കി കൊടുക്കും. അവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ പടച്ച റബ്ബ് മസ്ലഹത്താക്കി കൊടുക്കും, നന്നാക്കി കൊടുക്കും. ഈ ദുആ നോമ്പ് തുറന്ന് ചൊല്ലിയാൽ എന്ന് ബഹുമാനപ്പെട്ട ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ നേട്ടമാണ്. ഹജ്ജിനാണ്, ഹജ്ജ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മക്കത്ത് പോയി ഹജ്ജ് ചെയ്ത് വന്നാൽ, ആ ഹജ്ജ് കബൂലായാൽ, ഹജ്ജ് ചെയ്ത് വന്ന എല്ലാവർക്കും ആ നേട്ടം പറഞ്ഞിട്ടില്ല. മഖബൂലായി, മബ്റൂറായി, പടച്ച റബ്ബ് സ്വീകരിച്ച നല്ല ഹജ്ജ്, തെറ്റുകുറ്റങ്ങളില്ലാത്ത ഹജ്ജ്, ആ ഹജ്ജുമായി മടങ്ങിയാൽ അവനെക്കുറിച്ച് മുത്തനബി പറഞ്ഞ വാക്കാണ് കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ച അതേ ദിവസം പോലെ പരമപരിശുദ്ധനായി എന്ന്. അതേ വാക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുണ്യമായ റമദാനിൽ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള ഒരു പ്രാർത്ഥനയിലൂടെ യഥാർത്ഥ നോമ്പുകാർക്ക്, യഥാർത്ഥ നോമ്പ് പൂർത്തിയാക്കിയവർക്ക് പടച്ച റബ്ബ് നൽകുമ്പോ നമുക്ക് നോമ്പിന്റെ ഏറ്റവും വലിയ അളവറ്റ പ്രതിഫലം നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. രണ്ട്, ഏത് വലിയ പാപങ്ങളാണെങ്കിലും ആ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആയിത്തീരാൻ കാരണമാകുന്ന ആ ഒരു നോമ്പിന്റെ പൂർത്തീകരണ സമയത്തുള്ള ആ ഒരു ഏറ്റവും വലിയ സന്തോഷം. ഞാൻ സൂചിപ്പിച്ചു വന്നത് അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ഘട്ടമാണ് തൗബ. റമദാൻ തൗബയുടെ മാസമാണ്, അല്ലേ? റമദാൻ തൗബയുടെ മാസമാണ്. റമദാനിലെ ഒരു പ്രത്യേകമായ 10 ദിവസങ്ങൾ, നടുവിലത്തെ 10 പാപമോചനത്തിന് വേണ്ടി അള്ളാഹു നൽകി. എല്ലാ ദിവസവും പാപം പൊറുക്കാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10 റമദാനിലെ ഓരോ രാത്രികളിലും, ഓരോ പ്രത്യേകമായ സന്ദർഭങ്ങളിലും റമദാനോടുകൂടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പടച്ച റബ്ബ് അല്ലാഹു ലഅനത്ത് നൽകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് മുത്തനബി ദുആ ചെയ്തു. അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് മദീനത്തെ പള്ളിയിലെ ദുആ. മലായികത്ത് ആമീൻ പറഞ്ഞ പ്രാർത്ഥന. സ്വഹാബത്ത് പങ്കെടുത്ത സദസ്സിൽ മിമ്പറിലെ 3 സ്റ്റെപ്പുകളിൽ കയറുമ്പോ 3 ആമീൻ പറഞ്ഞതിൽ ഒരാമീൻ അതായിരുന്നു, റമദാൻ എത്തിയിട്ട് എന്റെ സമുദായത്തിലെ ഒരടിമ അവന്റെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അകലട്ടെ പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന്. മുത്തനബിയുടെ ദുആ, ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞു, മലായികത്ത് ആമീൻ പറഞ്ഞു. ഏറ്റവും മനോഹരമായ ഒരു ദുആ.
റസൂലുള്ള ആ ദുആ നടത്തിയിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആദ്യമായി ആ ദുആ ചെയ്തത്. പടച്ച റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അങ്ങനെയുള്ള പരാജയികളിൽ ലഅനത്ത് കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു അവസരമാണിത്. റമദാൻ, തൗബയില്ലാതെ റമദാൻ കഴിഞ്ഞു പോകരുത്. തൗബയില്ലാതെ റമദാൻ കഴിഞ്ഞു പോകരുത്. ഇനി എന്നാ തൗബ ചെയ്യേണ്ടത്? 27-ാം രാവിനോ? അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ആദ്യത്തെ ഘട്ടമാണ് തൗബ. ആ തൗബ അത് റമദാനിലെ അവസാനത്തെ 10-ലോ 27-ാം രാവിലോ ചെയ്യേണ്ടതല്ല. തൗബ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്, പ്രത്യേകിച്ച് റമദാനിൽ. തൗബ ചെയ്യാൻ എത്ര നേരം വേണം? തൗബ ചെയ്യാൻ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യണോ? അത് പറഞ്ഞില്ലല്ലോ. മക്കത്ത് പോകണം, അറഫയിൽ പോകണം, മിനയിൽ പോകണം എന്ന നിബന്ധന തൗബക്കില്ല. അല്ലെങ്കിൽ റമദാനിലെ തൗബ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയില്ല. ഏത് സമയത്തും രാത്രിയായാൽ തൗബയെ നേരം പുലരാൻ നീട്ടിവെക്കരുത്, പകലായാൽ രാത്രിയാവാൻ നീട്ടിവെക്കരുത്. ഇനി ചിന്തിക്കണം, തൗബക്ക് എത്ര സമയം വേണം? നിസ്കാരത്തിനാണെങ്കിൽ ചിലപ്പോ മിനിറ്റുകൾ വേണം. ഇപ്പൊ നമ്മൾ ദുഹർ നിസ്കരിച്ചു, ഇനി അസ്ർ നിസ്കരിക്കാൻ പോകണം. 4 റക്അത്ത് അസ്ർ നിസ്കരിക്കാൻ ചിലപ്പോ ഒരു 6-7 മിനിറ്റൊക്കെ നമുക്ക് വേണ്ടിവരും. 2 റക്അത്ത് നിസ്കരിക്കാൻ തറാവീഹിന് നമ്മൾ പള്ളിയിൽ വന്നാൽ 1 മണിക്കൂറിലധികം ജമാഅത്തിനും തറാവീഹിനും ഒക്കെയായി നിസ്കാരത്തിന് വേണ്ടി നമ്മൾ സമയം. എന്നാൽ തൗബക്ക് എത്ര സമയം വേണം? നിസ്കാരത്തിന് സമയം ആവശ്യമാണ്, നോമ്പിന് സമയം ആവശ്യമാണ്, ഹജ്ജിന് സമയം ആവശ്യമാണ്. തൗബക്ക് എത്ര സമയം വേണം? തൗബക്ക് എത്ര സമയം വേണം? നമ്മൾ പറയണം, ചിന്തിക്കണം, ആലോചിക്കണം. സമയം വേണമെങ്കിൽ എന്താ തൗബക്ക് ആവശ്യമായിട്ടുള്ളത്? ഒന്ന് കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളിലെ അതിശക്തമായ ഖേദം വേണം. അത്തൗബ അന്നദം. തൗബ എന്ന് പറഞ്ഞാൽ ഖേദിക്കലാണ്. പടച്ചവനെ, ഞാൻ ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റ്, ഓരോ പാപത്തിലുള്ള തൗബ. ആ പാപത്തെ ഓർത്തുകൊണ്ട്, പടച്ചവൻ ഇന്ന തെറ്റ് ഞാൻ ചെയ്തല്ലോ, ആ ചെയ്ത തെറ്റിനെ ഓർത്തുകൊണ്ട്. അപ്പോൾ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ തൗബ ചെയ്യുമ്പോൾ അതിന് ഖേദിക്കാൻ എത്ര സമയം വേണം? എത്ര സെക്കൻഡ് വേണം? നമ്മൾ ചിന്തിക്കണം, ഖേദിക്കാൻ എത്ര സെക്കൻഡ് വേണം? പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ പാപത്തിൽ നിന്ന് മാറി നിൽക്കലാണ്. ഇപ്പൊ പാപം ചെയ്യാതിരിക്കുക. ഒരാൾ പാപം ചെയ്യുന്ന ഒരാള് പടച്ചോനെ ഇനി ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞാൽ തൗബയാവൂല. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇതും കൂടി ഉള്ളു കുടിക്കുക, അല്ലെങ്കിൽ കള്ള് അകത്ത് കടന്നുകൊണ്ട് ഇനി ഞാൻ കുടിക്കൂല എന്ന് തൗബ ചെയ്യുന്നതിന് അർത്ഥമില്ല. പാപത്തിൽ നിന്ന്, വർത്തമാന കാലഘട്ടത്തിൽ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും 3 കാലങ്ങൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ തെറ്റിനെ ഓർത്തുകൊണ്ട് ഖേദിക്കുകയും ഇപ്പോൾ പ്രസന്റ് വർത്തമാനകാലത്തിൽ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും പാപം ചെയ്യാത്ത അവസ്ഥയിലാവുകയും വരാൻ പോകുന്ന കാലത്ത് പാപം ചെയ്യൂല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് തൗബയുടെ അടിത്തറ. ഈ 3 കാര്യം ഉണ്ടാവാൻ സെക്കൻഡുകൾ മതി, അല്ലേ? ഖേദിക്കാനും ഇനി ചെയ്യൂല എന്ന് ഉറപ്പിക്കാനും. ഇപ്പൊ മാറി നിന്ന അവസ്ഥയിൽ, ഇപ്പോൾ ഈ സമയത്ത് ഇപ്പൊ നമുക്ക് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യാം. ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് നമുക്ക് തൗബ ചെയ്യാം. ആ തൗബ ചെയ്യാൻ ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ പള്ളിയിലാണ്, നോമ്പുകാരാണ്, ഒരു പാപവും ചെയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇപ്പൊ നമ്മൾ തൗബ ചെയ്യാൻ യോഗ്യരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിട്ട് ഒന്നും പറയേണ്ട കാര്യം പോലുമില്ല. നമ്മൾ ഇത് കേൾക്കുന്ന നേരത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റ്, ഞാൻ ഇന്ന് പാടില്ലാത്ത തെറ്റ് ചെയ്തവനാണല്ലോ, അന്ന് അറിഞ്ഞ് അല്ലെങ്കിൽ അറിയാതെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി, പടച്ചവനെ ഞാൻ അന്ന് അങ്ങനെ കള്ളു കുടിച്ചുപോയി, വ്യഭിചരിച്ചു പോയി, ഞാൻ പല തെറ്റും ചെയ്തു, ആ തെറ്റ് ഈ സമയത്ത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുക. എന്നിട്ട് ഇനി ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് തൗബ. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പിന്നെ അതിന്റെ സമ്പൂർണതയ്ക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമാണ് സൃഷ്ടികളോടുള്ള ആ തൗബയിൽ. സൃഷ്ടികളോടുള്ള പാപത്തിൽ പാപങ്ങൾ പലതരത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് തൗബ എന്ന ഒരു വിഷയം നമുക്ക് വരാനുള്ളതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടുതൽ പറയുകയല്ല. മുഅ്മിനീങ്ങളെ, സെക്കൻഡുകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് തൗബ. സൃഷ്ടികളോടുള്ള ഹക്കിടപാടുകളൊക്കെ പൂർത്തിയാക്കി, സാമ്പത്തികമായ ഇടപാടുകൾ, അവരെ ശാരീരികമായും മറ്റുമൊക്കെ പ്രയാസപ്പെടുത്തിയത് അവരെ കൊണ്ട് പൊരുത്തം വാങ്ങി, ഹക്കുകൾ, സൃഷ്ടികളോടുള്ള ഹക്കുകളൊക്കെ പൂർത്തിയാക്കി, സമ്പൂർണമായ തൗബ, നസുവായ തൗബ. തൗബയുടെ
ആ ഏറ്റവും ബാധ്യതയുടെയും അതിന്റെ ചുരുങ്ങിയ രൂപവുമാണ് ഞാൻ സൂചിപ്പിച്ചത്. കലിമത്ത് തൗബയാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് തൗബയുടെ ഭാഗമാണ്. കലിമത്ത് തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊല്ലിയാൽ തൗഹീദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബിലുണ്ടായാൽ തൗഹീദ് ഉണ്ടാകും. ആ ഖൽബിലുള്ള ഈമാനിനെ, തൗഹീദിന്റെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ കാരണമാകും എന്നതുപോലെ തൗബ ഖൽബിലുണ്ടാവേണ്ടതാണ്. ഖൽബിലാണ്, മനസ്സിലാണ്, മനസ്സുകൊണ്ടാണ് തൗബ ചെയ്യേണ്ടത്. ആ തൗബയെ ശക്തിപ്പെടുത്താനും അതിന് കൂടുതൽ ബലം നൽകാനും എളുപ്പമാക്കാനും അസ്തഗ്ഫിറുല്ലാഹ് എന്ന കലിമത്തു തൗബ, തൗബയുടെ കലിമ അത് കാരണമാക്കുകയും ചെയ്യും. അള്ളാഹു വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, എല്ലാ ദിവസവും റമദാനിൽ അസറിന് ശേഷം, എല്ലാ ദിവസവും റമദാനിൽ അസറിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ദൽ ജലാലി വൽ ഇക്റാം ഗഫാറുദ് ദുനൂബി വഅതൂബു ഇലൈഹി 100 തവണ ചൊല്ലാൻ പൊറുക്കാത്ത പാപങ്ങൾ ഉണ്ടാവുകയില്ല. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ദൽ ജലാലി വൽ ഇക്റാം ഗഫാറുദ് ദുനൂബി വഅതൂബു ഇലൈഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 100 തവണ റമദാനിലെ എല്ലാ ദിവസവും അസറിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ദൽ ജലാലി വൽ ഇക്റാം ഗഫാറുദ് ദുനൂബി വഅതൂബു ഇലൈഹി. അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ആരാണ് അല്ലാഹു? അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ല, അവൻ ഹയ്യും ഖയ്യൂമുമാണ്. ഏത് അല്ലാഹുവിനോട്? അസ്തഗ്ഫിറുല്ലാഹ്. ഏത് അല്ലാഹുവിനോട്? ദൽ ജലാലി വൽ ഇക്റാം. ദുൽ ജലാലി വൽ ഇക്റാമായ അല്ലാഹു അസ്മാഉൽ ഹുസ്നയിലെ നാമമാണ്. നമ്മൾ ചൊല്ലാറുണ്ട്, വിളിക്കാറുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം. പിന്നെയോ ഗഫാറുദ് ദുനൂബി, പാപങ്ങൾ പൊറുക്കുന്നവൻ, പാപങ്ങൾ പൊറുത്തുകൊണ്ടേയിരിക്കുന്നവൻ. ഗാഫിർ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുന്നവനാണ്. ഗഫാർ പറഞ്ഞാൽ പൊറുത്തുകൊണ്ടേയിരിക്കുന്നവനാണ്. അല്ലേ? ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തവ്വാബീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. തായിബ് പറഞ്ഞ തൗബ ചെയ്യുന്നവൻ, തവ്വാബ് പറഞ്ഞ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ. മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മൾ തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലാഹു അത് പുറത്തുകൊണ്ടേയിരിക്കുക. മനസ്സിലായില്ല? തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് നമ്മുടെ പണി. അപ്പൊ അള്ളാഹ് അങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുക, അള്ളാന്റെ പണി. അതാ അള്ളാഹു ഗഫാറാണ്. പടച്ച റബ്ബ് ഗഫാറാണ്. അല്ലേ? ഒരു വട്ടം തെറ്റ് ചെയ്തു, തൗബ ചെയ്തു, പിന്നെയും തെറ്റ് ചെയ്തു, പിന്നെയും തൗബ ചെയ്തു. ഇത് 2-3 തവണയൊക്കെ ആവർത്തിച്ചുള്ള രസമുണ്ട്. ഇത് ഇവൻ പിന്നെയും തൗബ ചെയ്യന്നെ. അപ്പൊ അള്ളാഹു ആട്ടിവിടോ? നമ്മളാണെങ്കിൽ ഒരാൾ നമുക്കെതിരെ ധിക്കാരം ചെയ്തു, നമ്മളെ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ 2 നല്ല 2 തല്ല് തന്നു, നമ്മളെ വഴിയിലിട്ട് അടിച്ചു, എന്നിട്ട് പിന്നെ സോറി ഇട്ടോ, അബദ്ധം പറ്റിയതാണ്. ഇവൻ പിന്നെയും തച്ചു, അല്ലെങ്കിൽ പിന്നെയും ചീത്ത പറഞ്ഞു, പിന്നെയും പൊറുക്കാൻ പറഞ്ഞു, നമ്മൾ മാപ്പ് ചെയ്തു. ഇതിങ്ങനെ തുടർന്നാൽ ഒരു പരിധി വരല്ലേ നമ്മൾ സഹിക്കുള്ളൂ. നമുക്ക് സഹിക്കാൻ കഴിയുമോ? അല്ലേ? ചീത്ത വിളിച്ചിട്ട് ഇപ്പം പറയാ സാറില്ലട്ടോ, ഞാനത് അപ്പുറത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ഇവൻ പിന്നെയും ചീത്ത പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഞാൻ അപ്പുറത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ്. ഇതിങ്ങനെ കുറെ വട്ടം പറഞ്ഞാൽ നമ്മൾ 2-3 വട്ടമൊക്കെ ക്ഷമിക്കും, പിന്നെ നമ്മൾ ക്ഷമിക്കുമോ? അള്ളാന്റെ സ്വഭാവം അങ്ങനെയല്ല. നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ സ്വഭാവം ഇന്നല്ലാഹ യുഹിബ്ബു തായിബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നല്ല. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ 2 കാര്യം അവിടെ മനസ്സിലാക്കാൻ മഹാന്മാര് പറഞ്ഞു, ഖുർആൻ വ്യാഖ്യാതാക്കൾ. ഒന്ന്, എന്നാലിങ്ങനെ തൗബ ചെയ്യാ, പിന്നെയും തെറ്റ് ചെയ്യാ, പിന്നെയും തൗബ ചെയ്യാ, പിന്നെയും തെറ്റ് ചെയ്യാ, ഇങ്ങനെ അള്ളാനെ കളിയാക്ക എന്നല്ല. അത് അള്ളാഹ്ക്കൊരിക്കലും ഇഷ്ടമല്ല. പിന്നെ നമ്മൾ തൗബ ചെയ്തു, യഥാർത്ഥ തൗബ ചെയ്തു, ഇനി തെറ്റ് ചെയ്യൂലെന്ന് ഉറപ്പിച്ചു. പക്ഷെ പിന്നെ നമ്മളെ ഒരു സാഹചര്യത്തിൽ മനഃപൂർവ്വം അല്ല,
എങ്ങനെയൊക്കെയോ പിന്നെ തെറ്റ് ചെയ്തു പോയി. അല്ലാതെ ആദ്യം തന്നെ തീരുമാനിച്ച് തൗബ ചെയ്യുക, റമദാനായ തൗബ ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തെറ്റൊക്കെ ചെയ്യുക, പിന്നെ അടുത്ത റമദാനാകുമ്പോൾ പിന്നെ തൗബ ചെയ്യുക, അങ്ങനെ ആദ്യം തന്നെ തീരുമാനിച്ച് തെറ്റ് ചെയ്താൽ അത് അള്ളാഹു പൊറുക്കാത്ത തെറ്റാണ്, അത് റബ്ബിനെ കളിയാക്കലാണ്. അതല്ല, നമ്മൾ തൗബ ചെയ്തു, ഇനി ചെയ്യൂലെന്ന് ഉറപ്പിച്ചിട്ട് തൗബ ചെയ്തതാണ്. പക്ഷെ പിന്നെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ തൗബ ചെയ്താലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു വരും. 1. 2, തൗബ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു വട്ടം ചെയ്ത് അവസാനിപ്പിക്കേണ്ടതല്ല. മഹാന്മാരായ ആളുകൾ, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹസൻ റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ 60 കൊല്ലമായി ഒരു കാര്യത്തിൽ തൗബ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴെനിക്ക് സമാധാനമല്ല. അത് വലിയൊരു തെറ്റല്ല, അത് വലിയൊരു അബദ്ധമല്ല, 7 വൻപാപങ്ങളിൽപ്പെട്ട ഒരു തെറ്റ് ചെയ്തിട്ടല്ല, സബുൽ മൂബിഖാത്തല്ല, അല്ലെങ്കിൽ വൻപാപങ്ങളിൽ ഒന്നല്ല. നമ്മളൊക്കെ വളരെ ചെറിയതായി കാണുന്ന ഒരു പാപം, ആ ഒരു തെറ്റിന്റെ പേരിൽ 60 കൊല്ലമായി ഞാൻ തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സമാധാനമില്ല. അള്ളാഹ് പുറത്തിട്ടുണ്ടാവോ? അല്ലേ? അപ്പോ ഒരു മുഅ്മിന് ഒരു തെറ്റ് ചെയ്ത് ഒരു വട്ടം തൗബ ചെയ്യലല്ല, തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് മുഅ്മിനിന്റെ സ്വഭാവമായി തീരണം. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമളാനായാൽ എല്ലാ ദിവസവും അസ്റിന്റെ ശേഷം 100 തവണ കഴിയുമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ദൽ ജലാലി വൽ ഇക്റാമി ഗഫാറുദ് ദുനൂബി വ തൂബു ഇലൈഹി എന്ന പ്രത്യേകമായ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ 1ാമത്തെ ഘട്ടമാണ് തൗബ, പടച്ച റബ്ബിലേക്കുള്ള യാത്ര. 2ാമത്തത് ഖൗഫിന്റെ ഭയം, ഖൗഫ്, ദറജത്തുൽ ഖൗഫ്, അല്ലേ? അല്ലാഹുവിനെ പേടി, പടച്ച റബ്ബിനെ ഭയപ്പെടുക. തൗബ ചെയ്താലാണ് ആ ഭയം നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ അല്ലാഹുവിനെ പേടിക്കണുണ്ടോ? പടച്ച റബ്ബിനെ പേടിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ യഥാർത്ഥ ഖൗഫ്, അല്ലാഹുവിനെ പേടി എന്ന് പറഞ്ഞ ആ പേടി ഉണ്ടാവണമെങ്കിൽ യഥാർത്ഥ തൗബ എന്ന ആ ദറജ കടന്നാലേ കഴിയും. ഇത് നമ്മൾ പറച്ചൽ മാത്രമാണ്. യഥാർത്ഥ തൗബ ചെയ്ത് ആ ഒരു ഘട്ടം കടന്നവനാണ് ഖൗഫ് എന്ന് പറയുന്ന ആ ഘട്ടത്തിലേക്ക്, യഥാർത്ഥ ആ ഘട്ടത്തിലേക്ക് എത്താൻ കഴിയും. ഖൗഫ് എന്ന് പറയുന്ന ഘട്ടം കടന്നാൽ 3ാമത്തെ ഘട്ടമാണ് ദർജത്തുർ റജാ. റജാ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ ഘട്ടം, അല്ലേ? അപ്പോഴാണ് ഒരു സമാധാനം ഉണ്ടാകുക. ആ ഘട്ടത്തിലേക്ക് എത്തിയാലാണ് പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരും. അല്ലാഹുവിൽ വലിയ റജാ, വലിയ പ്രതീക്ഷ, വലിയ പ്രത്യാശ, ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക. 4ാമത്തെ ഘട്ടമാണ് ദറജത്തു സ്വാലിഹീൻ. അപ്പൊ തൗബയുടെയും ഖൗഫിന്റെയും റജാഇന്റെയും 3 ഘട്ടങ്ങൾ കടന്നാലാണ് ആ മനുഷ്യനെ കുറിച്ചാണ് ഒരു സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയാൻ പറ്റുള്ളൂ. ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു തആല എന്ന് പറയാം, ഒരു മനുഷ്യൻ, നമ്മൾ മനുഷ്യന്മാരെ കുറിച്ച് സ്വാലിഹ്യങ്ങൾ എന്ന് പറയല്ലോ, നല്ല സ്വാലിഹായ മനുഷ്യനാണെന്ന് പറയും. ഒരു സ്വാലിഹ്, ദറജത്തു സ്വാലിഹീൻ, സ്വാലിഹ്യങ്ങളുടെ ഘട്ടത്തിലേക്ക് അവൻ എത്തി. 5ാമത്തെ ഘട്ടമാണ് ദറജത്തുൽ മുരീദീൻ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇന്ന് പല ആളുകളും ശൈഖുമാർ, മുറബ്ബിയായ ശൈഖുമാർ, ഖുത്ബുസ്സമാൻ, ഖുത്ബുൽ അഖ്താബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ശൈഖുമാര് ഇന്ന് പല നാടുകളിലുണ്ട്. നല്ലവരും ചീത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാവും. അള്ളാഹു നല്ല വഴികളിലേക്ക് നമ്മെ എത്തിക്കട്ടെ. പല കള്ളത്തരീഖത്തിന്റെ ആളുകളുണ്ട്, പല കള്ള ശൈഖുമാരുണ്ട്, അല്ലേ? നിസ്കാരം പോലും ഉപേക്ഷിക്കുന്നവർ, ശറഅ നിർബന്ധമാക്കിയ നിസ്കാരം പോലും ഉപേക്ഷിക്കുന്നവർ, രഹസ്യമായി തെറ്റുകൾ ചെയ്യുന്നവർ, സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആത്മീയതയെ ഉപയോഗപ്പെടുത്തുന്ന കള്ള ശൈഖുമാർ. എന്നിട്ട് ആളുകൾ വരുമ്പോ അവരെ മുരീദാക്കി, ആര് കാര്യം വന്നാലും അവന്റെ കൈപിടിച്ച് ഞാൻ എന്നെ മുരീദാക്കി എന്ന് പറയും. ഞാൻ നിന്റെ ശൈഖാണ് കൈപിടിച്ച് ബയ്യത്ത് കൊടുക്കുന്നവർ. സുബ്ഹാനല്ലാഹ്, അല്ലേ? ഇവൻ ഈ സാധാരണക്കാരനാണല്ലോ, ഇവൻ മണ്ടിച്ചെന്നു, എന്നിട്ട് കുറച്ച് ദിക്റ് എല്ലാം പറഞ്ഞിട്ട് ഞാൻ ബയ്യത്ത് ചെയ്തു മുരീദാണ് പറഞ്ഞു. ഇവൻ മുരീദായി, പിന്നെ ഇവൻക്ക് അങ്ങോട്ട് കിബർ കൂടിയില്ലേ, അല്ലേ? പിന്നെ ഞാൻ മുരീദാണ്, ഞാൻ ശൈഖിന്റെ ആളാണ്, ഇന്ന ശൈഖിന്റെ ആളാണ്, മുരീദാണ് ഞാൻ.
ഞാൻ ബൈഅത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവൻ തന്നെ പിന്നെ ഒരു ഷെയ്ഖായി മാറില്ല. അങ്ങനെ പൊതുവെ ഇതൊക്കെ നമ്മളെ അനുഭവങ്ങളാണ്. കാരണം നമ്മളോടൊക്കെ വന്നിട്ട് ചില ആളുകൾ ഒരു ഉസ്താദെ പിന്നെ അത് അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, എല്ലാ ദിവസവും പിന്നെ ഒരു യാസീൻ ഓതണങ്ങൾ, എല്ലാ ദിവസവും മുഹിദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം, നിങ്ങൾക്ക് അള്ളാഹ് വഴി കാണിച്ചു തരും, സ്വപ്നത്തിലൂടെ അത് കാണിച്ചു തരും, ഇത് കാണിച്ചു തരുന്നു ഇല്ലേ? അപ്പൊ അവര് വഴി കണ്ടവർ, സ്വർഗം കണ്ടവർ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് മരിക്കുന്ന ശൈഖ് വാഗ്ദാനം നൽകി ഉറപ്പ് നൽകിയവർ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ആളുകളുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള വഴികേടുകളിൽ നിന്ന് പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഒരു മുരീദിന്റെ ദർജയിലേക്ക് എത്തണമെങ്കിൽ തന്നെ അത് 5ാമത്തെ ദർജയാണ് മുരീദാവാൻ, അല്ലേ? എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാര്, തസൗഫിന്റെ അഹ്ലുകാര്, ത്വരീഖത്തിന്റെ അഹ്ലുകാര് ഒരു മുരീദിനുള്ള യോഗ്യതയെക്കുറിച്ച് കിതാബുകൾ പറഞ്ഞത് പഠിച്ചാൽ ഇന്ന് ഷെയ്ഖാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് പോലും മുരീദിന്റെ യോഗ്യത പോലും നമുക്ക് കണ്ടെത്താൻ കഴിയൂല. മുരീദിന്റെ ദറജയിലേക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ ദറജത്തുൽ മുത്തഈൻ, അനുസരിക്കുന്നവരുടെ വഴി, അള്ളാഹുവിനെ പടച്ച റബ്ബിൽ സമ്പൂർണ്ണ അനുസരണയിൽ അള്ളാഹുവിന് സമ്പൂർണമായി കീഴൊതുങ്ങിയവരുടെ വഴി, 6ാമത്തെ വഴി. അതും കഴിഞ്ഞാൽ ദറജത്തുൽ മുഹിബ്ബീൻ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ വഴി, പടച്ച റബ്ബിന്റെ മഹബ്ബത്തിലേക്ക്, അള്ളാഹിനെ അങ്ങോട്ട് മഹബ്ബത്ത്, പടച്ച റബ്ബിനെ അങ്ങോട്ട് സ്നേഹിച്ചു, അള്ളാഹിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ആ മഹബ്ബത്തിന്റെ വഴിയിലേക്ക്. അത് 7ാമത്തെ ഘട്ടമാണ്, 7ാമത്തെ ദറജയാണ്. പിന്നെയാണ് ദറജത്തുൽ ഔലിയാ, 8ാമത്തെ ഘട്ടമാണ്, ദറജയാണ് ഔലിയാക്കളുടെ ദറജ. അതും കഴിഞ്ഞാൽ പിന്നെയാണ് ദറജത്തുൽ മുഖറബീൻ, പടച്ച റബ്ബിന്റെ സാമീപ്യക്കാർ, അള്ളാഹിനോട് അടുത്തവർ, മുഖറബീങ്ങൾ, അവർ അള്ളാഹിനോട് അടുത്തുപോയി. ഔലിയാക്കളിലും ഏറ്റവും ഉന്നതന്മാർ, ഏറ്റവും പടച്ച റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവർ, ആ മഹാന്മാർ. ഇങ്ങനെയുള്ള 9 ഘട്ടമാണ് അള്ളാഹുവിലേക്കുള്ള യാത്ര. പടച്ച റബ്ബിലേക്ക് ലയിച്ചു ചേരാൻ ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ ഇങ്ങനെ 9 ഘട്ടങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഘട്ടമെങ്കിലും കടന്നു കിട്ടിയാൽ നമ്മൾ സ്വർഗത്തിലെത്തും. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാ 1ാമത്തെ ഘട്ടത്തിലും കയറിയില്ലെങ്കിലോ അത് നരകത്തിലേക്കാണ്. ഈ 9 ഘട്ടവും, ഈ 9 വഴിയിലും കയറാൻ എല്ലാവർക്കും കഴിയൂല. ഈ 9 വഴിയിലും കയറാൻ എല്ലാവർക്കും ആവില്ല. പക്ഷെ 1ാമത്തെ വഴി കയറൽ എല്ലാവർക്കും നിർബന്ധമാണ്. തൗബ എന്നത് എല്ലാവർക്കും നിർബന്ധമാണ്. തൗബ, പിന്നെ ഖൗഫ്, പിന്നെ റജാ. ആ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ, 3 ഘട്ടം കഴിഞ്ഞാൽ പിന്നെ സ്വാലിഹീങ്ങളുടെ ദറജയിൽ, പിന്നെ മുരീദീങ്ങളുടെ ദറജയിൽ, പിന്നെ മുത്തഈങ്ങളുടെ, പിന്നെ മുഹിബ്ബീങ്ങളുടെ, ഔലിയാക്കളുടെ, മുഖറബീങ്ങളുടെ ഉന്നതമായ ദറജയിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊക്കെ അള്ളാഹു നൽകിയ ദറജ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദറജയാണ്. അള്ളാഹുവിന്റെ റസൂല് ചിലപ്പോൾ നോമ്പെടുക്കാറുണ്ട്. എങ്ങനെ? നമുക്ക് പറ്റാത്ത നോമ്പ്. നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെയാണ് നമ്മുടെ നോമ്പ്, അല്ലെ? 2 നോമ്പ് കൂട്ടി നോൽക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചിലപ്പോൾ റബ്ബ് തആല അങ്ങനെയുള്ള അനുവാദം നൽകുകയും 2 നോമ്പുകൾ കൂട്ടി നോൽക്കുകയൊക്കെ ചെയ്തിരുന്നു മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബത്തിന് അത്ഭുതമായി, എങ്ങനെ ഇതിന് കഴിയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു കഹൈഅതികും, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ശരീരം കൊണ്ട് നിങ്ങളെപ്പോലെയല്ല, റൂഹ് കൊണ്ട് നിങ്ങളെപ്പോലെയല്ല. ഇന്നി ഉദില്ലു ഇൻദ റബ്ബി യുതൈമുനി വയുസ്ഖീൻ, അല്ലാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, പടച്ച റബ്ബ് എനിക്ക് വെള്ളം നൽകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വായയിലൂടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യമണികൾ, അത് ചവച്ചരച്ച് വായയിലേക്ക് അകത്തേക്ക് കഴിക്കുന്ന രൂപത്തിലുള്ള റിസ്ക്കിനെ കുറിച്ചല്ല പറഞ്ഞത്. അള്ളാഹു റിസ്ക് നൽകുന്നു, ശരീരത്തിന് വേണ്ട റിസ്ക്, ഭക്ഷണം, ശരീരത്തിന് വേണ്ട വെള്ളം അള്ളാഹു നൽകുന്നുണ്ട്. നിങ്ങളറിയാത്ത വഴിയിലൂടെ പടച്ച റബ്ബ് എനിക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നുണ്ട്. എന്റെ ശരീരം നിങ്ങളെപ്പോലെയല്ല എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുത്തുനബിക്ക് അതിന് കഴിയുമായിരുന്നു. അത് അത്ഭുതമല്ലേ? അതികഠിനമായ ചൂടുള്ള ദിവസങ്ങളിൽ യാത്രയിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ നോമ്പെടുക്കാറുണ്ട്. സഹാബത്തിന് പലപ്പോഴും കഴിയുമായിരുന്നില്ല.
യുദ്ധക്കളങ്ങളിൽ മുത്തനബി നോമ്പെടുക്കാറുണ്ട്. സ്വഹാബത്തിന് സാധിക്കുമായിരുന്നില്ല. മഹാന്മാരായ ശുഹദാക്കളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. ശുഹദാക്കളെക്കുറിച്ച് നിങ്ങളങ്ങനെ വിചാരിച്ചു പോകരുത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്. ശുഹദാക്കളെക്കുറിച്ച് അവർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർക്ക് അല്ലാഹ് റിസ്ക് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഹയാത്തുണ്ട്, അവർ ജീവിച്ചിരിപ്പുള്ളവനാ. അല്ലേ? ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസമല്ല 2 ദിവസമല്ല മാസങ്ങൾ നമ്മൾ കഴിഞ്ഞു കൂട്ടിയിട്ടില്ലേ? അല്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ കൂരിട്ടുള്ള ഇരുട്ടറയിൽ ഒരു ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മുടെ മാസങ്ങൾ കഴിഞ്ഞുകൂടി. പക്ഷെ നമുക്ക് റിസ്ക് കിട്ടിയിട്ടുണ്ട്, അത് വേറെ വഴിക്കാന്ന് മാത്രം. പുക്കൽ കൊടിയിലൂടെ മാതാവിൽ നിന്ന് പടച്ചറബ് ഒരു വഴിയുണ്ടാക്കി നമ്മുടെ ശരീരത്തിലേക്ക് റിസ്ക്കും ഭക്ഷണവും ഓക്സിജനും വെള്ളവും എല്ലാം പടച്ചറബ് തന്നു. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. പടച്ചറബ് അതിനൊക്കെ അപാരമായ ശക്തി ഉള്ളവനാണ്. അല്ലേ? നമ്മൾ ചിന്തിക്കണം, വളരെയേറെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾ രാജാതിരാജനായ റബ്ബിന്റെ മാർഗത്തിലേക്ക് തൗബ ചെയ്യാൻ എന്തേ കാരണം? ബഹുമാനപ്പെട്ട യൂസുഫ് ഇബ്നു ഹസനുർ റാസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചതാ. ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ വലിയാണ് ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹ്. മഹാനവറുകളോട് ഞാൻ ചോദിച്ചു, മഹാനവറുകളെ, യാ അബൽ ഫൈൽ മാ കാന സബബു തൗബതിക്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പഴയ കാലം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പാപം ചെയ്ത ഒരാൾ എന്ന അർത്ഥത്തിലല്ല. നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയവരാ. നിങ്ങൾ തൗബ ചെയ്യാൻ എന്തായിരുന്നു കാരണം? അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാന് ഒരു യാത്രാവേളയിൽ ഒരു വിശാലമായ മരുഭൂമിയിൽ നിംതു ഫിസ് സഹറാ, ഒരു മരുഭൂമിയിൽ ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാനങ്ങനെ ആ മരുഭൂമിയിൽ ഇരിക്കുമ്പോ ഫതഹതു ഐനൈ, എന്റെ കണ്ണുകൾ തുറന്നു. ആ സമയത്ത് അവിടെ ആ മരുഭൂമിയിൽ ഫൈദാ ഖുംബറത്തുൻ അംയാ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത, 2 കണ്ണിന്റെയും കാഴ്ച മൂടപ്പെട്ട, കാഴ്ച നഷ്ടപ്പെട്ട ഒരു ചെറിയൊരു കുഞ്ഞിക്കുരുവി മരുഭൂമിയിൽ, ഒഴിഞ്ഞ മരുഭൂമിയിൽ. കൂടെ കുരുവികളില്ല. കൂട്ടുകാരായ കുഞ്ഞിക്കുരുവിക്ക് കൂട്ടായി ആരുമല്ല. എങ്ങനെ ഇവിടെ വന്നു അല്ലാഹു ആലം. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുഞ്ഞിക്കുരുവി, കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞിക്കുരുവി അവിടെ വീണ് കിടക്കുന്നു മരുഭൂമിയിൽ. സുബ്ഹാനല്ലാഹ്. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ ഭൂമി ഒന്ന് വിണ്ടുകീറി. ഫൻഷഖത്തിൽ അർള്, ഭൂമി അങ്ങോട്ട് വിണ്ടുകീറി. ഭൂമി വിണ്ടുകീറി. എവിടെയും കാണാത്ത ഒരത്ഭുതം ഞാൻ കാണുകയാണ്. ഭൂമി വിണ്ടുകീറിയ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഈ പക്ഷിക്കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും പുറത്തേക്ക് വന്നു. ആരാണ് റിസ്ക് നൽകുന്നവൻ അറിയില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ആ കുഞ്ഞിക്കുരുവി അക്കലത്ത് ഭക്ഷണം കഴിച്ചു. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, പറന്നു പോകാൻ കഴിയാത്ത, ഭക്ഷണങ്ങൾ കൊത്തിപ്പറിച്ച് തിന്നാൻ കഴിയാത്ത കുഞ്ഞിക്കുരുവി പടച്ച റബ്ബ് അത്ഭുതകരമായി ഭൂമിയെ പിളർത്തിയിട്ട് അതിനാവശ്യമായ ഭക്ഷണവും വെള്ളവും കൊടുക്കുകയാണ്. ഫഅക്കലത്ത് വശരിബത്ത്, അത് വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു. ഞാനിത് കണ്ടു. ഞാൻ പറഞ്ഞു ആ സമയത്ത്, ഹസ്ബി ഹസ്ബി, ഞാൻ അല്ലാഹുവിനെ അറിഞ്ഞു. ഞാൻ പടച്ച റബ്ബിലേക്ക് മടങ്ങി. ഫത്തുബത്തു, ഞാൻ തൗബ ചെയ്തു. രാജാതിരാജനായ റബ്ബിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹ്. പടച്ച റബ്ബ് നമ്മുടെ മുന്നിൽ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങൾ തരാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹിന്റെ വഴിയിൽ പടച്ച റബ്ബിനെ അറിയേണ്ടത്? അള്ളാഹുവിനെ നമ്മൾ അറിയേണ്ടത് നമ്മെ അറിഞ്ഞുകൊണ്ടാണ്, പടപ്പുകൾ അറിഞ്ഞുകൊണ്ടാണ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും സ്വന്തത്തെ അറിഞ്ഞാൽ അള്ളാഹിനെ അറിയും. ആ അള്ളാഹിന്റെ മാരിഫത്ത് കെട്ടി പടച്ച റബ്ബിലേക്ക് അങ്ങോട്ട് യാത്ര പുറപ്പെട്ടാൽ ഈ അത്ഭുതകരമായ മേഖലകളിലൂടെ ഒക്കെ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനയിലാണ്.
മുത്തുനബിയും സഹാബത്തും മദീനയില. ബദർ യുദ്ധം കഴിഞ്ഞ നേരം, ബദർ യുദ്ധം കഴിഞ്ഞ അബൂജഹൽ ചത്തുപോയി. ഖുറൈശ് തമ്പുരാക്കന്മാര് പലരും നശിച്ചു പോയ ഘട്ടത്തിലാണ് മക്കത്തിരുന്നുകൊണ്ട് രണ്ടുപേര് സംസാരിക്കുക. രണ്ട് ചെറുപ്പക്കാർ, നല്ല യോഗ്യന്മാരായ രണ്ടാളുകൾ, സഫ്വാനും ഉമൈറും. സഫ്വാനും ഉമൈറും മക്കത്തിരുന്ന് സംസാരിക്കുക. എന്താ രണ്ടുപേരും പറയുന്നത്? ഉമൈർ പറഞ്ഞു, ഖാല ഉമൈർ ലാ ഖൈറ ഫീ ഐശിൻ ബഅദ ബദർ. ബദർ കഴിഞ്ഞു, നമ്മൾ നിരാശരായി ടെൻഷനായി, ജീവിതത്തിൽ ഒരു ഖൈറുമില്ല, ഒരു രസമില്ല. ലാ ഖൈറ ഫീ ഐശിൻ ബഅദ ബദർ. ബദർ കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തിന് എന്ത് രസമാണുള്ളത്? നമ്മുടെ നേതാക്കളൊക്കെ പോയില്ലേ? ഈ മക്കത്ത് എന്തോ ഒരു രസമായിരുന്നു. ഒത്തുകൂടൽ, ദാറുന്നദവയിൽ ഒത്തുകൂടൽ, പലതരത്തിലുള്ള ചർച്ചകൾ, നമ്മുടെ നേതാക്കൾ, എന്തൊക്കെ ആഘോഷങ്ങൾ, എല്ലാം കഴിഞ്ഞുപോയി. അതിനേക്കാൾ നമുക്ക് മക്കക്കാർക്ക് വലിയ നാണക്കേടായി. ഒരു സന്തോഷവുമില്ല, ഒരു ഖൈറുമില്ല. എന്നിട്ട് ദേശത്തോടുകൂടെ ഉമൈർ പറഞ്ഞു, ലൗലാ ദുയൂനുൻ വഅയാലുൻ ലഅതൈതുൽ മദീനത വല ലറബതു ഉനുഖഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു, സഫ്വാനോട് പറഞ്ഞ, സഫ്വാനെ ലൗലാ ദുയൂനുൻ വഅയാൽ, എനിക്ക് മക്കളും കുട്ടികളും ഉണ്ട്, ഞാൻ പോയാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവരെ പോറ്റാൻ ആളില്ല. ഞാൻ പോയാൽ എന്റെ മക്കളെ പോറ്റാൻ ആളില്ല. അതേപോലെ എനിക്ക് കുറച്ച് ബാധ്യതകളുണ്ട്, കടബാധ്യതകളുണ്ട്. കടബാധ്യതകൾ തീർക്കണം, എന്റെ മക്കളെ പോറ്റണം. എന്റെ കടങ്ങളും എന്റെ പ്രാരാബ്ദങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ലഅതൈതുൽ മദീന, ഞാൻ മദീനത്തേക്ക് പോകുമായിരുന്നു. വലല്ലറബതു ഉനുഖഹു, എന്നിട്ട് ചതിപ്രയോഗത്തിലൂടെ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ തലയറുത്ത് മാറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. ദേഷ്യം താങ്ങാൻ കഴിയണില്ല, പകങ്ങനെ മനസ്സിൽ പതഞ്ഞു പൊന്നാണ്. ഇത് കേട്ടപ്പോ സഫ്വാൻ പറഞ്ഞു, അങ്ങനെയാണോ ഉമൈറെ? നീ പറഞ്ഞത് സത്യമാണോ? നീ വാക്ക് പാലിക്കുമോ? നീ വാക്ക് പാലിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിന്റെ ബാധ്യതകൾ, കടബാധ്യതകൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തത് ഞാൻ വീട്ടിക്കൊള്ളാം. നിന്റെ കടബാധ്യത മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. നീ പോയി വരുന്നത് വരെ നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ പോറ്റാനുള്ള ചെലവും അത് ഞാൻ ഏറ്റെടുത്തു. ഇജ്ജ് പോയിക്കോന്ന് വന്നു. ഉമൈർ പുറപ്പെട്ടു വാളുമായി, ഊരിപ്പിടിച്ച വാളുമായി ഉമൈർ പോയി മദീനത്തേക്ക്. മദീനത്ത് വന്ന് മസ്ജിദുൻ നബവിയുടെ അരികിലെത്തി. മസ്ജിദുൻ നബവിയുടെ അരികത്തേക്ക് ഉമൈറെത്തി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴേക്ക് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്ത് നബിയേ, അദുവുൻ ജാ, ശത്രുവാണ് വന്നിരിക്കുന്നത്. വല്ലാഹി മാ ജാ ഇല്ലാ ബിശ്ശർറ്, ശർറിനാണ് അവൻ വന്നിട്ടുള്ളത്. മുത്ത് നബിയെ, ശർറ് കൊണ്ടല്ലാതെ അവൻ വന്നിട്ടില്ല. എന്തോ ഗൂഢമായ ലക്ഷ്യത്തിലാണ് അവൻ വന്നത്. അവൻ നല്ല ലക്ഷ്യത്തോടുകൂടെ വന്നതല്ല. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അവന്റെ തലവെട്ടട്ടെ. മുത്തുനബിയെ, ഞാൻ അവന്റെ തലവെട്ടട്ടെ. അതുവാണ്, ശത്രുവാണ്, ശർറിനാണ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ച് സമ്മതം ചോദിച്ചപ്പോ പറഞ്ഞു മുത്തുനബി, വേണ്ട ഉമറേ, വിട്ടേക്ക് ഉമറേ, വേണ്ട. ഉമൈറിനെ ഇങ്ങോട്ട് വിളിക്ക്. ഉമൈറിനെ വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ജാഅ ബിക യാ ഉമൈർ, ഉമറേ, ഉമൈറേ, എന്തിനാ നീ വന്നത്? മാ ജാ ബിക യാ ഉമൈർ, ഉമൈറേ, നീ എന്തിനാണ് വന്നത്? എന്തിനാ നീ വന്നത്? അപ്പോൾ ഉമൈർ പറഞ്ഞു, ലാ ശൈ, ഒന്നുമില്ല, വെറുതെ വന്നതാണ്. ലാ ശൈ യാ മുഹമ്മദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വെറുതെ വന്നതാ, ഒന്നിനും വന്നതല്ല. എന്നാലും മുത്തനബി പിന്നെയും ചോദിച്ചു, എന്നാലും വെറുതെ നീ വരൂലല്ലോ. മക്കത്ത് നിന്ന് ഇത്രയേറെ യാത്ര ചെയ്ത് മദീനത്തേക്ക്. മാ ജാ ബിക യാ ഉമൈർ, എന്തിനാ നിന്റെ ലക്ഷ്യം പറഞ്ഞോ, നിന്റെ ഉദ്ദേശം പറഞ്ഞോളോ. അപ്പോൾ പറഞ്ഞു, ഉമൈർ പറഞ്ഞു, മാ ജിഅ്തു ഇല്ലാ ലിഇബ്നിൻ അസീർ. ഉമൈറിന്റെ മകൻ മദീനത്ത് തടവ് ഉള്ളിയായിരുന്നു. ഉമൈറിന്റെ മകൻ ബദറിൽ വെച്ച് തടവ് ഉള്ളിയാക്കപ്പെട്ട് ഉമൈറിന്റെ മകൻ തടവറയിലാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ തടവിലാണ് ഉമൈറിന്റെ മകനുള്ളത്. അപ്പൊ വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഒരു മറുപടി പറഞ്ഞു, ഞാൻ വന്നത് മാ ജിഅ്തു ഇല്ലാ ലിഇബ്നിൻ അസീർ, എന്റെ തടവറയിലുള്ള മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു.
മഹാനായ റസൂലുള്ള ചോദിച്ചു, അല്ല അല്ല ഉമൈറെ, നീ വന്നത് അതിനല്ല, നീ വന്ന യഥാർത്ഥ ലക്ഷ്യം പറഞ്ഞോളൂ. മാ ജാബിക യാ ഉമൈർ, ഉമൈറെ നീ എന്തിനാണ് വന്നത്? അപ്പൊ പറഞ്ഞു, അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്നാൽ എന്തിനാണ് ലിമസ്സൈഫ്, എന്തിനാണ് നിന്റെ ഈ വാള്? മകനെ മോചിപ്പിക്കാൻ നീ വന്നതാണെങ്കിൽ, അതന്വേഷിക്കാൻ വന്നതാണെങ്കിൽ എന്തിനാണ് നിന്റെ കയ്യിലൊരു വാള്? എന്നിട്ട് റസൂലുള്ളാഹി അങ്ങോട്ട് പറഞ്ഞു, ഉമൈറേ നീയും സഫ്വാനും മക്കത്ത് വെച്ച് സംസാരിച്ചില്ലേ? ഉമൈറേ നീയും സഫ്വാനും മക്കത്ത് വെച്ച് കൂടിയാലോചന നടത്തിയില്ലേ? നിങ്ങൾ നിരാശയുടെ വർത്തമാനം പറഞ്ഞില്ലേ? നീ നിന്റെ കടബാധ്യതകളെക്കുറിച്ച്, നിന്റെ കുടുംബ പ്രാരാബ്ധത്തെക്കുറിച്ച് പറഞ്ഞില്ലേ? അതില്ലെങ്കിൽ ഞാൻ മദീനത്തേക്ക് പോയി എന്റെ തല വെട്ടുമെന്ന് നീ പറഞ്ഞില്ലേ ഉമൈറേ? അപ്പോൾ നിന്റെ കടബാധ്യതകളും കുടുംബ പ്രാരാബ്ധവും സഫ്വാൻ ഏറ്റെടുത്തില്ലേ ഉമൈറേ? സഫ്വാനോട് കരാർ വാങ്ങിയിട്ട് എന്റെ തല കൊയ്യാനല്ലേ നീ ഇങ്ങോട്ട് വന്നത്? ഇത് കേട്ടപ്പോഴേക്ക് ഉമൈർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ കൈപിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അലം യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും, അല്ലാഹു എല്ലാ രഹസ്യവും എല്ലാ പരസ്യവും അറിയുന്നവനാ. വ അന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, എല്ലാം മറഞ്ഞ ഉള്ളിന്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളും അറിയുന്നവനാണ് മേലെയായ അല്ലാഹു. അല്ലാഹു അറിഞ്ഞു. അല്ലാഹ് അറിഞ്ഞ ഒരു കാര്യം അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. മഹാനായ മുത്തുനബിയും അറിഞ്ഞു. അല്ലാഹു അറിഞ്ഞ ഒരു കാര്യം മുത്തുനബിയും അറിഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചു കൊടുത്തു. പറഞ്ഞു വന്നത്, രാജാതിരാജനായ റബ്ബിന്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഏറ്റവും ഉന്നതമായ വഴിയിലേക്ക് എത്തിച്ചേരാം. മലായിക്കത്തിനേക്കാൾ ഉന്നതമായ വഴിയിലേക്ക് എത്തിച്ചേരാം. മലായിക്കത്തിന് പോലും അള്ളാഹു അറിയിക്കാത്ത കാര്യങ്ങൾ അറിയുന്ന ഘട്ടത്തിലേക്ക് മനുഷ്യർക്ക് എത്തിച്ചേരാനായി കഴിയും. അൽഹംദുലില്ലാഹ്, മുത്തുനബി എത്തിച്ചേർന്ന വഴിയിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും ഉമൈർ അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് യാത്ര തുടങ്ങി. ഉമൈർ സഹാബിയായി റളിയല്ലാഹു തആല അൻഹു പേര് കേട്ടാൽ നമുക്ക് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലൽ സുന്നത്തായ ആ ഒരു ദറജയിലേക്ക് ബഹുമാനപ്പെട്ട ഉമൈർ എത്തി. അല്ലേ? മഹാന്മാര്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരെ അങ്ങനെ ഉന്നതമായ ദറജയിൽ മുഖറബീങ്ങളെ ദറജയിലേക്ക്, മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ മലായിക്കത്ത്, മലക്കുകൾ, മുഖറബീങ്ങളായ മലക്കുകളുണ്ട്. അമ്പിയാക്കൾ മുഖറബീങ്ങളാണ്, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള അടുപ്പക്കാരാണ്. ഔലിയാക്കളുടെ കൂട്ടത്തിലും മുഖറബീങ്ങളുണ്ട്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുണ്ട്. ആ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയാൽ ഇതേപോലെ ഉള്ളിന്റെ ഉള്ളിലെ കൽബിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അറിയാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് അറിയിച്ചു കൊടുക്കും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുദ് ബിലുത്ഫിക യാ ഇലാഹി മൻ ലഹു സാദുൻ ഖലീൽ മുഫ്ലിസുൻ ബിസ്സദ്ഖി യഅതി ഇന്ദ ബാബിക യാ ജലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദംബുഹു ദംബുൻ നദീമുൻ ഫഗ്ഫിറിൽ ദംബൽ നദീം ഇന്നഹു ശഖ്സുൻ ഗരീബുൻ മുദ്നിബുൻ അബ്ദുൻ ദലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മിൻഹു ഇസ്യാനുൻ വനിസ്യാനുൻ വസഹുൻ ബഅദ സഹു منك إحسان وفضل بعد إعطاء الجزيل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുമാനികളെ, ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നത്. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പള്ളിപ്പണിയിലേക്കും മറ്റുമൊക്കെ ഇന്ന് ഏൽപ്പിച്ച ഒരു സഹോദരി, പുല്ലുപറമ്പിൽ റുഖിയ എന്ന സഹോദരി പള്ളിയിലേക്ക് 2000 രൂപ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖയെ ഖബൂൽ ചെയ്യട്ടെ.
കഴിഞ്ഞ റമദാനിൽ പല ആളുകളും പള്ളിപ്പണിയിലേക്ക് വാഗ്ദാനം ചെയ്തവരൊക്കെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ അതൊക്കെ പൂർത്തിയാക്കി കൊടുക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ളിപ്പണിയിലേക്ക് കഴിവിന്റെ പരമാവധി എല്ലാവരും സദഖ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിലേക്ക് റമദാൻ ആയാലാണ് നമ്മളൊക്കെ ഒരുപാട് ആളുകൾ സദഖ ചെയ്യാറുള്ളത്. ഒരു കുട്ടിയുടെ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത് 20,000 രൂപയാണ് ഇൻഷാ അല്ലാഹ് ഒരു വർഷത്തേക്ക് ചെലവ് വരുന്നത്. നമ്മൾ ആദ്യം 2 കൊല്ലം മുമ്പൊക്കെ 18,000 രൂപയായിരുന്നു. കഴിഞ്ഞ കൊല്ലം മുതൽ അത് നമ്മൾ 20,000 രൂപയാക്കി. കാരണം ചെലവുകളൊക്കെ കൂടുതലാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. 20,000 രൂപ ഒരു വിദ്യാർത്ഥിയുടെ, ഒരു മുത്തഅല്ലിമിന്റെ ഒരു വർഷത്തെ ചെലവ്. ഇപ്പോ 100-ലധികം വിദ്യാർത്ഥികൾ ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ കൂട്ടായ പരിശ്രമങ്ങളാണ് അതിന്റെയൊക്കെ വിജയമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. അപ്പൊ ഭക്ഷണത്തിന് കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 3,000 രൂപയാണ് നമ്മൾ നൽകിയിരുന്നത്. കുട്ടികളുടെ എണ്ണം കൂടിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 5,000 രൂപ അത് ഇപ്പൊ ചെലവ് വരും. ഒരു ദിവസത്തെ ഭക്ഷണം, പ്രത്യേകിച്ച് റമദാനിൽ ഒരു 20 ദിവസം നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും. ഇപ്പൊ അവർ ലീവിലാണ്. ഇൻഷാ അല്ലാഹ് അവർ വന്ന് 20 ദിവസം ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ ഒരു 20 ദിവസത്തേക്ക് അവരുടെ നോമ്പ് തുറ, അത് ഏറെക്കുറെ നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള നോമ്പ് തുറ, അതിന് ഏറെക്കുറെ 5,000 രൂപ അതിനു വേണ്ടി ചെലവ് വരും. അപ്പൊ 100 മുത്തഅല്ലിമീങ്ങൾ അവർ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കുക, അവരെ നോമ്പ് തുറപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. സാമ്പത്തികമായ സൗകര്യമുള്ള ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മ. ഒരു 5,000 റുപ്യ നമ്മുടെ ആ മക്കൾക്ക് ഒരു 20 ദിവസത്തേക്ക് ഇൻഷാ അല്ലാഹ് അതിൽ 20 ആള് അതിന് മുന്നോട്ട് വന്നാൽ ഇൻഷാ അല്ലാഹ് ആ നോമ്പ് തുറ, നമ്മുടെ വിദ്യാർത്ഥികളുടെ നോമ്പ് തുറ കാര്യം വളരെ ഭംഗിയായി നടക്കും. അതേപോലെ റമദാൻ കഴിഞ്ഞാലും അവരുടെ ഭക്ഷണം ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണം, 3 നേരത്തെ ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം, അതിനുവേണ്ടി ഒരു 5,000 രൂപ ഇൻഷാ അല്ലാഹ് നമ്മൾ അതിന് നിങ്ങൾ പരമാവധി അതിലേക്കൊക്കെ സംഭാവനകൾ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ വസ്ത്രത്തിലേക്ക് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തതുപോലെ നമുക്ക് പെരുന്നാളായാൽ നമ്മുടെ മക്കൾക്ക് ഒരു തുണിയും, നല്ല റാഹത്തുള്ള ഒരു തുണിയും, ഒരു ഷർട്ടും ജുബ്ബയും, അതേപോലെ ഒരു തലപ്പാവും ഒക്കെയായി ഒരു കൂട്ട് വസ്ത്രം, അതിന് 600 രൂപയാണ്. അതിന് ഇൻഷാ അല്ലാഹ് പിന്നെ അതിന്റെ തുന്നാനുള്ള കൂലി ഒരു 700 രൂപ അതിന് ചെലവ് വരും. അതിന്റെ സാധനത്തിന് വേണ്ടി 600 രൂപയും ഒരു 700 രൂപ മൊത്തം അതിനു വേണ്ടി ചെലവ് വരും. ഇൻഷാ അല്ലാഹ് അതും നിങ്ങളൊക്കെ ശ്രദ്ധയിലുണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഡ്രസ്സിന് ഒരു 700 രൂപയാണ് നമ്മൾ ഇപ്രാവശ്യം കണക്കാക്കിയിട്ടുള്ളത്. അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിലേക്കൊക്കെ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ കൊപ്പത്ത് വെച്ചൊരു മീലാദ് പ്രഭാഷണം നടത്തിയിരുന്നു. ധാരാളം ആളുകൾ, നിങ്ങൾ ഈ സദസ്സിലൊക്കെ ഇന്ന് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ അതിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ മണ്ഡലം SYSന്റെ കീഴിലാണ് ആ പരിപാടി സംഘടിപ്പിച്ച് കൊപ്പത്ത് വെച്ച് വളരെ മനോഹരമായ നല്ല ഒരു പരിപാടി, ധാരാളം ആളുകൾ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഒന്ന് ഉദ്ഘാടനം ചെയ്ത വലിയൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ ഏറെക്കുറെ 2 മണിക്കൂർ മുത്തുനബിയുടെ മഹബത്ത്, അത് നല്ല റാഹത്തുള്ള ഒരു വിഷയം, നല്ല പഠനാർഹമായ ഒരു അവതരണം നടത്തി. അപ്പൊ പല ആളുകളും അതിന്റെ CD ആവശ്യപ്പെട്ടിരുന്നു. അത് കിട്ടണമെന്ന് പല ആളുകളും ചോദിച്ചു വന്നിരുന്നു. കാരണം ആ വിഷയം വളരെ പഠിച്ച് അവതരിപ്പിച്ച ഒരു വിഷയമായതുകൊണ്ട് പല ആളുകളും അത് വീണ്ടും കേൾക്കാനും അവിടെ നമ്മുടെ കുടുംബക്കാർക്കൊക്കെ ഉപയോഗപ്പെടുത്താനും ആ ഒരു വയലിന്റെ CD ഇറക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദർസ് വിദ്യാർത്ഥികൾ അത് പുറത്തിറക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 70 രൂപയാണ് അതിന്റെ വില. പുറത്ത് അത് ലഭ്യമാണ്. പോകുന്ന സമയത്ത് അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് വാങ്ങിയപ്പോൾ 70 രൂപയാണ് അതിന്റെ വില. അതിലെന്തെങ്കിലും ചെറിയ മിച്ചം ലാഭം കിട്ടിയാൽ അത് നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, അവരുടെ വിദ്യാർത്ഥി സംഘടന, അവരുടെ ലൈബ്രറി, അതേപോലെ അവരുടെ മറ്റുള്ള സൗകര്യങ്ങൾ, അവരുടെ സമാജം, അവരുടെ സാഹിത്യ പ്രവർത്തനങ്ങൾ, അതേപോലെ അവരുടെ മരുന്ന്, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ കാര്യത്തിനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ഫണ്ടിലേക്കാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ അത് വാങ്ങിപ്പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ സഹോദരിമാരുടെ ക്ലാസ് നമ്മുടെ പെരിന്തൽമണ്ണ റോട്ടിൽ ആരംഭിക്കും. നമ്മുടെ സഹോദരിമാരെയൊക്കെ ഓർമ്മപ്പെടുത്തണം. സമയം വൈകിയതിൽ നിങ്ങളുടെ ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സമദ് സാഹിബാണ് പ്രസംഗിക്കേണ്ടിയിരുന്നത്. ഇപ്പൊ നേരത്തെ ഒരു ഒരുക്കം നടത്തിയതല്ല. കാരണം ഇന്ന് അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയിൽ, പിന്നെ ഇന്നലെയാണ് വിവരം കിട്ടുന്നത് അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പൊ ഏതായാലും പിന്നെ പെട്ടെന്നൊരാളെ നമുക്ക് അതിഥിയായി ഇന്ന് കിട്ടിയതുമില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അദ്ദേഹത്തിന് മറ്റൊരു ദിവസം നമുക്ക് കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നൊരു തുടക്കം എന്നുള്ള നിലക്ക് നമ്മൾ
ഒരു ചെറിയ ദുആയോടുകൂടെ. എന്നാൽ നമ്മുടെ ഇസ്തിഗ്ഫാറും അതേപോലെ തഹ്ലീലും സ്വലാത്തും ഇന്ന് ആരംഭിക്കുകയും വേണം. പിന്നെ ഇപ്രാവശ്യത്തെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ചാർട്ടിലും കാർഡിലുമൊക്കെ കാണിച്ചതുപോലെ പ്രത്യേകമായ വിർദുകളും ഹിസ്ബുകളുമൊക്കെ ഞാൻ അങ്ങനെ പ്രത്യേകം തെരഞ്ഞെടുക്കാൻ കാരണം, ഒന്ന്, അതൊക്കെ നമുക്കൊന്ന് പഠിക്കാനും പരിചയപ്പെടാനുള്ള അവസരം, പിന്നെ പതിവാക്കാൻ. ഹിസ്ബുൽ ബഹർ, ഹിസ്ബുൽ നസർ, വിർദുൽ ലത്തീഫ്, മഹാന്മാര് വിർദുൽ നവവി, അങ്ങനെ തുടങ്ങി മഹാന്മാർ പഠിപ്പിച്ച പ്രത്യേകമായ ഒരുപാട് ഫദലുകളുള്ള വിർദുകൾ, ഹിസ്ബുകളൊക്കെ നമുക്ക് ആ പ്രത്യേകമായ ദിവസങ്ങളിൽ അത് നമുക്കൊക്കെ കൂട്ടമായി അതിന്റെ ഫദൽ പഠിക്കുകയും അത് പാരായണം ചെയ്ത് നമുക്ക് പ്രത്യേകമായ കൂട്ടപ്രാർത്ഥന നടത്തുകയും ഒക്കെ വേണം. ഇപ്രാവശ്യം അങ്ങനെ റമദാൻ നമുക്ക് വളരെ വലിയ ഭംഗിയാക്കണം, ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം